പ്രിയപ്പെട്ട ക്രിസ്തുഭക്തരെ, ദൈവവചനത്തിൻ്റെ പ്രകാശം നിറഞ്ഞ ഈ പുതുവിഭാതത്തിലേക്ക് നമ്മുടെ രക്ഷകനായ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും വെല്ലുവിളികളും നമ്മെ വിറപ്പിക്കുമ്പോഴും നമ്മെ താങ്ങുകയും പ്രത്യാശയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന അവിടുത്തെ ജീവനുള്ള വചനത്തോട് നമുക്ക് ചെവി കൊടുക്കാം. ഇന്നത്തെ ദിവസം സഭാലോകം വിശുദ്ധ ശിമയോന്റെയും വിശുദ്ധ യൂദാ തദേവൂസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ഈ വിശുദ്ധന്മാർ വിശ്വാസത്തിൻ്റെ അഖണ്ഡ സാക്ഷികളായി സഭയുടെ അടിത്തറയായി മാറി. അവരുടെ ഓർമ്മ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ആത്മീയ യാത്രയുടെ ഗൗരവതരമായ ഭാഗങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം തിരഞ്ഞെടുപ്പും ദൗത്യവും എന്നതാണ്. നമുക്കെല്ലാം ജീവിതത്തിൽ ചിലപ്പോൾ തോന്നാറുണ്ട്, ദൈവം എനിക്കെന്തിനാണ് വിളി നൽകിയിരിക്കുന്നത്? ഇത്രയും കുറവുകൾ നിറഞ്ഞ എന്നിൽ ദൈവത്തിന് എന്തു പദ്ധതിയുണ്ടാവും? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ പലപ്പോഴും മനസ്സിലുയരും. എന്നാൽ ഈ ചിന്തകളുടെ നടുവിൽ ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്യന്തം ശക്തമായ സത്യമാണു. നാം അന്യരല്ല, ദൈവഭവനത്തിൻ്റെ ഭാഗങ്ങളാണ്. ദൈവം തിരഞ്ഞെടുത്ത സ്വന്തം ജനങ്ങളാണ് നാം. അവിടുത്തെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ്. പക്ഷേ അവിടുത്തെ ദൗത്യം നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് നിറവേറ്റാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്ഭുതകരമായ ഒരു സത്യമാണ്. യേശുക്രിസ്തുവെന്ന ഉറച്ച അടിത്തറയിൽ പണിതുയർത്തപ്പെട്ട ദൈവത്തിൻ്റെ മഹത്തായ ആലയത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. സുവിശേഷത്തിൽ നാം കാണുന്നത് ഒരു മലമുകളിൽ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഈശോ അതിനുശേഷം തൻ്റെ 12 ശിഷ്യന്മാരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കുന്ന അതുല്യമായ നിമിഷമാണ്. ഈ 2 വചനങ്ങൾ ഒന്നിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ ഉദ്ദേശ്യം നമ്മുടെ മുന്നിൽ തുറന്നുകിടക്കുന്നു. അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതകളോ കഴിവുകളോ മൂലമല്ല, മറിച്ച് അവിടുത്തെ സ്നേഹവും കൃപയും നമ്മിലൂടെ തെളിയിക്കാനാണ്. ആ വചനം നമുക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ശ്രവിക്കാം. കാരണം അവിടെ ദൈവം നമ്മെ തൻ്റെ വീടിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി വിളിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഉറച്ചു നിൽക്കുന്ന ജീവനുള്ള കല്ലുകളായി. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പസ്തോലൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ വിളക്കായി തെളിയുന്നു. ഇനി നാം അന്യരല്ല, പരദേശികളുമല്ല, മറിച്ച് വിശുദ്ധരോടൊപ്പം ദൈവത്തിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളാണ്. അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശക്തമായ അടിത്തറയിൽ പണിതുയർത്തപ്പെട്ട ഈ ആത്മീയ ഭവനത്തിൻ്റെ മൂലക്കല്ല് തന്നെയാണ് ക്രിസ്തു യേശു. അവനിൽ ചേർന്നു നിൽക്കുന്ന ഈ ആലയത്തിൽ ഓരോരുത്തരും ജീവിക്കുന്ന കല്ലുകളായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവവാസമായി തീരുന്നു. പൗലോസ് വരച്ചു നൽകുന്ന ഈ ദിവ്യചിത്രം അത്ഭുതകരമായതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പണിതുയർത്തപ്പെട്ട അതുല്യമായ ഒരു ഭവനം, അവിടുത്തെ മഹത്വം നിറഞ്ഞ ഒരു ആലയം. ഈ ലോകത്തിൽ നമ്മെ പലപ്പോഴും ഒറ്റപ്പെട്ടവരായി, അംഗീകരിക്കപ്പെടാത്തവരായി തോന്നാമെങ്കിലും ആകാശത്തിലെ പിതാവ് നമ്മോട് സ്നേഹത്തോടെ ചൊല്ലുന്നു, മകനേ, മകളെ, നീ എനിക്കു അന്യനല്ല. നീ എൻ്റെ വീട്ടിലെ അവിഭാജ്യ ഘടകമാണ്. എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥലമുണ്ട്. എത്ര തണുപ്പുള്ളൊരു സത്യമാണത്! മനുഷ്യർ നമ്മെ മറന്നുപോകുമ്പോഴും ദൈവം നമ്മെ തൻ്റെ ഭവനത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തുന്നു. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രത്യാശയും ഉറച്ച ആധാരവും. പൗലോസ് അപ്പസ്തോലൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഘടനയെ മനോഹരമായി വിവരണം ചെയ്യുന്നു. അതിൻ്റെ അടിത്തറ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാപദ്ധതിയും ലോകത്തിനോട് ആദ്യമായി വെളിപ്പെടുത്തിയത് അവരിലൂടെയാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ച് വഴിയൊരുക്കി. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാർ ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ടത് നേരിൽ കണ്ടു. അവിടുത്തെ വചനവും അത്ഭുതങ്ങളും കേട്ട് അനുഭവിച്ച്
അവിടുത്തെ ഉത്ഥാനത്തിന് സാക്ഷികളായി. അവരുടെ വിശ്വാസസാക്ഷ്യത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിതുയർന്നത്. എങ്കിലും ഈ ആലയത്തിന്റെ ഉറച്ച അടിത്തറയിൽ നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂലക്കല്ലാണ്, അതായത് ഈശോ ക്രിസ്തു തന്നെ. ഒരു കെട്ടിടത്തിന്റെ മൂലക്കല്ല് എങ്ങനെ മുഴുവൻ ഘടനയുടെ ഭാരവും താങ്ങി അതിനെ ഒന്നാക്കി നിർത്തുന്നുവോ, അങ്ങനെ തന്നെയാണ് ക്രിസ്തു സഭയുടെ ഏകതയുടെ ആധാരവും ഉറവിടവുമാകുന്നത്. അവിടുന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നാഭി. അവിടില്ലാതെ സഭയ്ക്കും ജീവിതത്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ മൂലക്കല്ല് യഥാർത്ഥത്തിൽ ഈശോയാണോ? നമ്മുടെ തീരുമാനങ്ങളും ബന്ധങ്ങളും ലക്ഷ്യങ്ങളും അവിടുത്തെ ആധാരത്തിൽ പണിതിട്ടുണ്ടോ? കാരണം ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം മാത്രമേ സ്ഥിരതയും സമാധാനവും നിറഞ്ഞ ആലയമായി വളരുകയുള്ളൂ. വചനത്തിൽ പറയുന്ന പോലെ അവനിൽ ഭവനം ഒന്നാകെ ചേർന്നുകൊണ്ട് കർത്താവിൽ പരിശുദ്ധമായ ആലയമായി വളരുന്നു. നമ്മളൊരുവൻ ഒറ്റപ്പെട്ട കല്ലുകളെ പോലെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപവും നിറവും കഴിവുകളും കുറവുകളുമുണ്ട്. എങ്കിലും ക്രിസ്തു എന്ന ദിവ്യമായ പശ നമ്മെ ബന്ധിപ്പിക്കുമ്പോൾ ആ അനവധി വ്യത്യാസങ്ങൾ ഒരൊറ്റ സൗന്ദര്യമായ ഏകതയിലേക്ക് രൂപാന്തരപ്പെടുന്നു. സഭയുടെ മഹത്വം അതിലാണു. ഭാഷകൾ, സംസ്കാരങ്ങൾ, ശുശ്രൂഷകളെല്ലാം വ്യത്യസ്തമായാലും ക്രിസ്തുവിൽ നാം ഒരൊറ്റ കുടുംബമായി ജീവിക്കുന്നു. ആ ആത്മീയ ഐക്യമാണ് തിരുസഭയുടെ യഥാർത്ഥ ശക്തിയും മഹത്വവും. പൗലോസ് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങൾ. ഇതു ഒരു വാചകം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ദിവ്യസത്യമാണ്. ദൈവം നമുക്കുള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മുടെ ഹൃദയം അവിടുത്തെ വാസസ്ഥലമായി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പാപവും അശുദ്ധിയും ഈ ദിവ്യമായ ആലയത്തെ മലിനമാക്കരുത്. പകരം പ്രാർത്ഥനയാലും വിശുദ്ധിയായാലും ദൈവവചനത്തിന്റെ പ്രകാശത്താലും നമുക്ക് ആത്മാവിനെ പുതുക്കി പണിതുയർത്താം. അങ്ങനെ ക്രിസ്തുവിൽ ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന ജീവനുള്ള ആലയങ്ങളായി നാം ദൈവത്തിന്റെ സ്നേഹം ലോകത്ത് പ്രതിഫലിപ്പിക്കട്ടെ. ഇന്ന് വിശുദ്ധ ശിമയോന്റെയും വിശുദ്ധ യൂദായുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഈ വചനം നമ്മുടെ മനസ്സിൽ പ്രത്യേകമായ ആഴം സൃഷ്ടിക്കുന്നു. അവർ സഭയുടെ അടിത്തറയായ ആലയത്തിലെ ജീവനുള്ള ശിലകളായി മാറി. അവരുടെ രക്തസാക്ഷ്യം വിശ്വാസത്തിന്റെ അടയാളമായി സഭയുടെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. അവരുടെ ആത്മാർപ്പണത്തിന്റെ വഴിയിലൂടെ നമുക്കും അതേ ദൗത്യം ലഭിക്കുന്നു. ദൈവഭവനത്തിലെ സജീവ കല്ലുകളായി, ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുക. ഈ ചിന്തയുടെ മാധുര്യം നമുക്ക് മുന്നിൽ കൂടുതൽ തെളിയിക്കുന്നത് ഇന്നത്തെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ യേശു തന്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിനു മുൻപ് മലമുകളിലെത്തി രാത്രി മുഴുവൻ ദൈവത്തോടു പ്രാർത്ഥിക്കുന്ന ദിവ്യദൃശ്യമാണ് നാം കാണുന്നത്. ആ പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ നിന്നാണ് ദൈവത്തിന്റെ മഹത്തായ പദ്ധതി ജനിച്ചത്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ്, ഒടുവിൽ സ്കറിയോത്ത് യൂദാസ്. ഇവരിൽ നിന്ന് തുടങ്ങുന്ന ആ തിരഞ്ഞെടുപ്പ് ഇന്നും തുടരുകയാണ്. ക്രിസ്തു ഓരോരുത്തരെയും തന്റെ ദൗത്യത്തിന്റെ ഭാഗമാക്കി വിളിക്കുന്നു. അതിനാൽ ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: ദൈവത്തിന്റെ വിളിക്ക് മറുപടി നൽകുന്നവർ ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുകയുള്ളൂ. എത്ര ലളിതമായ ഈ വിവരണം എങ്കിലും അതിന്റെ ആഴമളക്കാനാകാത്തതാണ്. ഓരോ വാക്കും ഓരോ സംഭവവും നമ്മുടെ ജീവിതത്തിന്റെ വഴികളോട് നേരിട്ട് സംസാരിക്കുന്നു. സുവിശേഷത്തിന്റെ തുടക്കം തന്നെ നമ്മെ ആലോചിപ്പിക്കുന്നു. യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്കു പോയി. അവിടെ ദൈവത്തോടൊപ്പം രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. തന്റെ ദൗത്യജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനത്തിനു മുമ്പ് യേശു എന്തു ചെയ്തു? അവിടുന്ന് പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക് മടമടങ്ങി പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ദൈവഹിതത്തോട് ചേർത്തു. അതാണ് നമുക്കുള്ള പാഠം.
ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം എത്രമാത്രം ദൈവവുമായി സംസാരിക്കുന്നു? ഒരു ജോലി, ജീവിത പങ്കാളി, കുടുംബഭാവി ഇവയെല്ലാം നാം ബുദ്ധിയാലോചനയിൽ മാത്രം ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ ദൈവഹിതം നഷ്ടപ്പെടുന്നു. എന്നാൽ യേശു നമ്മെ കാണിച്ചു തരുന്നത് ഓരോ തീരുമാനവും പ്രാർത്ഥനയിലൂടെ പിതാവിന് സമർപ്പിക്കുമ്പോഴാണ് സമാധാനവും ദിശയും ലഭിക്കുന്നത് എന്ന സത്യം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച ശേഷം പിറ്റേ ദിവസം യേശു ശിഷ്യന്മാരെ വിളിച്ചു അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. ഈ സംഖ്യ വെറും കണക്കല്ല, ദൈവപദ്ധതിയുടെ ഭാഗമാണ്. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ 12 അപ്പസ്തോലന്മാരിലൂടെ യേശു പുതിയ ഉടമ്പടിയുടെ ജനത്തെ, അതായത് തിരുസഭയെ സ്ഥാപിക്കുന്നു. പഴയ ഇസ്രായേലിനെ പുനർനിർവചിച്ച് പുതിയ ആത്മീയ സമൂഹം രൂപപ്പെടുത്തുന്നതിൻ്റെ തുടക്കമായിരുന്നു ആ തിരഞ്ഞെടുപ്പ്. അത് ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഇന്നും മനുഷ്യരെ തൻ്റെ ദൗത്യത്തിനായി വിളിക്കുന്നു. പ്രാർത്ഥനയിലൂടെയാണ് ആ വിളിയിലേക്ക് ചെവികൊടുക്കാനുള്ള വഴി തുറക്കുന്നത്. ഇനി നോക്കാം, യേശു തിരഞ്ഞെടുത്തവർ ആരായിരുന്നു? അവർ വലിയ പണ്ഡിതരുമോ പ്രഭാവമുള്ള നേതാക്കളുമായിരുന്നോ? അതൊന്നുമല്ല. അവരിൽ ഭൂരിഭാഗവും ഗലീലയിലെ സാധാരണ ജീവിതം നയിച്ചിരുന്ന മുക്കുവരുകളായിരുന്നു. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. അവർക്കറിയാമായിരുന്നത് മീൻപിടിത്തം മാത്രമായിരുന്നു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ദൈവത്തിൻ്റെ വിളി എന്നത് ഇതുപോലെയാണ്. മനുഷ്യരുടെ യോഗ്യതകളെ മറികടന്ന് ഹൃദയത്തിൻ്റെ സത്യസന്ധതയെ തേടുന്ന ഒരു വിളി. ഇതെനിക്ക് ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെപ്പറ്റിയാണ്. ഒരു ചെറു പലചരക്ക് കടയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വലിയ വിദ്യാഭ്യാസമോ ധനസമ്പത്തോ ഇല്ലെങ്കിലും കടയിൽ വരുന്ന ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹവും സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ വിശ്വാസസാക്ഷ്യമാണ്. ഒരിക്കൽ അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, അച്ഛാ, എനിക്കൊന്നും ദൈവരാജ്യത്തിനായി ചെയ്യാൻ കഴിയില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നീ പള്ളിയിലെ പ്രഘോഷണപീഠത്തിൽ നിൽക്കുന്നില്ലെങ്കിലും നിന്റെ കടയാണ് നിന്റെ വേദി. നീ നൽകുന്ന സത്യവും കരുണയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രസംഗമാണ്. അവനതു കേട്ട് കണ്ണു നിറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മികവോ പ്രാവീണ്യമോ കാണിച്ചല്ല. അവിടുന്ന് കാണുന്നത് ഹൃദയത്തിൻ്റെ എളിമയാണ്. കർത്താവേ, എനിക്കത് സാധ്യമല്ല എന്ന് പറയുന്ന പത്രോസിനെയാണ് ദൈവം തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. കാരണം മനുഷ്യന്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിവാകുന്നത്. ഈശോയുടെ ശിഷ്യസംഘത്തിലേക്ക് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. എത്ര വിധത്തിലുള്ള മനുഷ്യർ! അവരിൽ മത്തായി എന്നൊരു ചുങ്കക്കാരനുമുണ്ട്. അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നിരസിക്കപ്പെട്ടവരിലൊരാൾ. സ്വന്തം ജനത്തെ വഞ്ചിച്ച് റോമാക്കാരുടെ കൈയടിമയിലായിരുന്നുവെന്നു കരുതി ആളുകൾ അവരോട് സംസാരിക്കാന് പോലും മടിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു മനുഷ്യനെയാണ് ഈശോ തൻ്റെ അടുത്ത ശിഷ്യന്മാരിൽ ഉൾപ്പെടുത്തിയത്. അതിലൂടെ അവിടുന്ന് ലോകത്തോട് പറഞ്ഞത് വ്യക്തമായിരുന്നു, എൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. സമൂഹം തള്ളിയവരെയാണ് ഞാൻ തേടുന്നത്. ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ്. ഈ വാക്കുകൾ എനിക്കൊരമ്മയുടെ കഥ ഓർമ്മിപ്പിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ വഴിതെറ്റി. തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ വാക്കുകൾ. അവനെ ഓർത്തുറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു, അമ്മേ, പ്രാർത്ഥന നിർത്തരുത്, സ്നേഹം നിർത്തരുത്. മത്തായിയെ സ്നേഹത്തോടെ നോക്കിയ അതേ യേശു ഇന്നും നിങ്ങളുടെ മകനെയും നോക്കുന്നുണ്ട്. ഒരു നാൾ ആ നോട്ടം അവൻ്റെ ഹൃദയം തൊടും. മാസങ്ങൾക്ക് ശേഷം അവൾ സന്തോഷഭാരിതമായ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അച്ഛാ, അവൻ മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, പള്ളിയിലേക്കും പോകുന്നു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ അത്ഭുതം. ഒരാളെയും മാറ്റാനാകാത്തത്ര അകന്നുപോയവനില്ല. ആ സ്നേഹത്തിന് അശക്യമായ കാര്യമൊന്നുമില്ല. ഈ ശിഷ്യസംഘത്തിൽ മറ്റൊരു അതിശയകരനായ വ്യക്തിയുണ്ട്. തീവ്രവാദി എന്നറിയപ്പെടുന്നറിയുന്ന ശിമയോൻ. അന്നത്തെ സെലോട്ടുകൾ റോമൻ ഭരണത്തിനെതിരെ ആയുധമെടുത്ത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു വിപ്ലവ സംഘമായിരുന്നു. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ വിമോചനമായിരുന്നപ്പോൾ മത്തായി എന്ന മറ്റൊരു ശിഷ്യൻ
അതേ റോമൻ ഭരണകൂടത്തിനായി ജോലി ചെയ്തിരുന്നു. ഒരേ സംഘത്തിൽ വിപ്ലവകാരിയും ഭരണകൂടത്തിന്റെ പ്രതിനിധിയും. മനുഷ്യതലത്തിൽ ഇവർ ഒരുമിക്കാനിടയില്ല. പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഭിന്നതകളെ അകലാക്കി പരസ്പരം ശത്രുക്കളായിരുന്നവരെ സഹോദരങ്ങളാക്കി മാറ്റി. ഇതാണ് സഭയുടെ യഥാർത്ഥ സൗന്ദര്യം. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും പശ്ചാത്തലങ്ങളുമായി വരുന്നവരെ ക്രിസ്തു തന്റെ സ്നേഹത്തിലൂടെ ഒരുമിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ മറ്റൊരു വ്യക്തിയെയും കാണാം, യൂദാസ് സ്കറിയോത്ത്. ഈശോയെ വഞ്ചിക്കാൻ പോകുന്നവൻ തന്നെയാണ് അവൻ. ഈശോക്ക് അത് അറിയില്ലായിരുന്നോ? തീർച്ചയായും അറിയാമായിരുന്നു. എങ്കിലും അവിടുന്ന് അവനെയും തിരഞ്ഞെടുത്തു, അവനെയും സ്നേഹിച്ചു, അവസരം നൽകി, അവസാനം വരെ അവനെ തിരികെ നേടാൻ ശ്രമിച്ചു. ഇതാണ് ദൈവസ്നേഹത്തിന്റെ അതുല്യമായ ആഴം. അവിടുന്ന് നമ്മുടെ വീഴ്ചകളും ബലഹീനതകളും മുൻകൂട്ടി അറിയുന്നു, എന്നിട്ടും നമ്മെ തള്ളുമില്ല. ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ സ്നേഹം നിരസിച്ച് സ്വയം നാശത്തിലേക്ക് നീങ്ങാതിരിക്കുക, അതാണ് ഈ വചനത്തിന്റെ തീർത്തും ജീവിതമാർന്ന പാഠം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്യന്തം ശക്തമായ ഒരു സത്യമാണ്. ദൈവം നിങ്ങളെ വ്യക്തിപരമായി പേരെടുത്ത് വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ പഴയ പിഴവുകളും കുറവുകളും കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസ നിലവാരവും ഒന്നും അവിടുത്തെ തിരഞ്ഞെടുപ്പിന് തടസ്സമല്ല. നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിലാണ് ദൈവം നിങ്ങളെ അവിടുത്തെ സ്നേഹത്തിന്റെയും ദയയുടെയും ഉപകരണങ്ങളാക്കുന്നത്. ഇന്നത്തെ വചനങ്ങൾ നമ്മെ 2 മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നയിക്കുന്നു. ഒന്നാം വായനയിൽ നാം ദൈവത്തിന്റെ ആലയമായി പണിയപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന കല്ലുകളെക്കുറിച്ച് കേട്ടു. ക്രിസ്തു അതിന്റെ മൂലക്കല്ലായി നിലകൊള്ളുമ്പോൾ അപ്പസ്തോലന്മാരാണ് ആ ആലയത്തിന്റെ അടിത്തറ. സുവിശേഷത്തിൽ ആ അടിത്തറ കല്ലുകളെ തെരഞ്ഞെടുക്കുന്ന നിമിഷമാണ് നാം കാണുന്നത്. അതായത് ഈശോയുടെ ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയുടെ ആരംഭമായിരുന്നു. അവിടുന്ന് തിരഞ്ഞെടുത്തവർ സാധാരണക്കാരും പാപികളുമായ ബലഹീനരുമായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സ്പർശം അവരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. അവർ ധീരരായ സാക്ഷികളായി മാറി. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പ്രഘോഷിച്ചു. അവരുടെ ജീവിതമാണ് ഇന്നത്തെ സഭയുടെ തൂണുകൾ. ദൈവരാജ്യത്തിന്റെ ആ മഹാഭവനത്തിന് ശക്തമായ അടിത്തറയായി അവർ തന്നെ മാറി. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രായോഗികമായ 3 ആത്മീയ പാഠങ്ങളാണ്. ആദ്യം, നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിരാശരാകരുത്. ദൈവം നിങ്ങളെ നിങ്ങളായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുന്ന് നിങ്ങളുടെ ബലഹീനതയെ അത്ഭുതകരമായ ശക്തിയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. എനിക്കൊന്നും സാധിക്കില്ല എന്ന ചിന്ത മാറ്റി ദൈവത്തിന് എന്നിലൂടെ എന്തോ ചെയ്യാൻ ഉദ്ദേശമുണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. രണ്ടാമത്, നിങ്ങളുടെ ദൗത്യം തിരിച്ചറിയുക. അപ്പസ്തോലന്മാരെ പോലെ നിങ്ങളെയും ദൈവം ഒരു പ്രത്യേക ദൗത്യം പൂർത്തിയാക്കാൻ വിളിച്ചിരിക്കുന്നു. അതൊരു മാതാവായി കുടുംബത്തെ വളർത്തലാകാം, ഒരു ജോലിസ്ഥലത്ത് സത്യസന്ധത പാലിക്കലാകാം, അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ആശ്വാസം വിത്തിടലാകാം. നിങ്ങളുടെ സാഹചര്യത്തിൽ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്താണെന്ന് പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കുക. അതാണ് നിങ്ങളുടെ വ്യക്തിപരമായ അപ്പസ്തോലിക ദൗത്യം. മൂന്നാമത്, സഭയെന്ന മഹാഭവനത്തിലെ ജീവിച്ചിരിക്കുന്ന കല്ലുകളായി സജീവരാകുക. വിശ്വാസം ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, അത് കൂട്ടായ്മയിൽ വളരാനാണ്. ഇടവകയുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും ഭാഗമാകുക. മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക. നിങ്ങളാകുന്ന ആ ഒരു കല്ല് ശരിയായ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആലയത്തിന് അതിന്റെ പൂർണ്ണ സൗന്ദര്യം ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് നിമിഷമൊന്ന് നിശബ്ദമായി നിൽക്കാം. ഹൃദയം തുറന്ന് ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. ദൈവം എന്നെയും ഒരു ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിശ്വാസം എനിക്കുണ്ടോ? എന്റെ ജീവിതത്തിലെ ഏത് വഴികളിലാണ് ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി വിളിക്കപ്പെട്ടിരിക്കുന്നത്? എന്റെ ബലഹീനതകളെ ദൈവത്തിന് സമർപ്പിച്ച്
അവിടുത്തെ ശക്തിയാൽ നിറയാൻ ഞാൻ തയ്യാറാണോ? നമുക്ക് കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നിൽക്കാം. സ്നേഹമേറിയ ഈശോയെ, നീ സാധാരണക്കാരെയും ബലഹീനരെയും തന്നെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും അതേ ദയയാൽ നീ പേരെടുത്തു വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും നീ അറിയുന്നുവെങ്കിലും അതിലപ്പുറത്ത് നീ കാണുന്നത് സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയമാണ്. അതിനാൽ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും കഴിവില്ലായ്മകളെ ചിന്തിച്ച് നിരാശരാകുമ്പോഴും ഇന്ന് നിന്റെ വചനം ഞങ്ങളോട് പറയുകയാണ്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ആ വാക്കിന്റെ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അശക്തതകളെ നിന്റെ കൃപയിലേക്ക് സമർപ്പിക്കുമോ? നിന്റെ ആത്മാവാൽ ഞങ്ങളെ പുതുക്കണമേ. നിന്റെ ദൗത്യത്തിനായി ധൈര്യത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ ശിമയോനിന്റെയും വിശുദ്ധ യൂദാ തദേവൂസിന്റെയും ആത്മാർത്ഥമായ വിശ്വാസം പോലെ ഞങ്ങളെയും അങ്ങേക്കുവേണ്ടി പൂർണ്ണമായി ജീവിക്കാൻ പ്രാപ്തരാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതിഫലനമായി മാറാൻ ഞങ്ങളെ വഴി നടത്തണമേ. കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ എവിടെയായാലും അങ്ങയുടെ സാക്ഷികളായി നിലകൊള്ളാനുള്ള ധൈര്യവും വിനയവും ഞങ്ങൾക്ക് തരണമേ. തിരുസഭയെന്ന മഹാഭവനത്തിലെ വിശ്വസ്തരായ കല്ലുകളായി അങ്ങയുടെ ദൗത്യത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈ വചനം അവതരിപ്പിക്കുന്ന ഈ നിമിഷം കർത്താവേ, കേൾക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായവർക്കു സൗഖ്യവും കടഭാരത്താൽ ബദ്ധരായവർക്കു ആശ്വാസവും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അങ്ങയുടെ ശാന്തിയും നൽകണമേ. ജോലിയില്ലാതെ ആശങ്കപ്പെടുന്ന യുവജനങ്ങൾക്ക് പുതുവഴികളും പ്രതീക്ഷകളും തുറന്നുതരണമേ. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് അങ്ങയുടെ ഉറപ്പും ആശ്വാസവും അനുഭവിക്കാനാകണമേ. ഈ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ മാതാവായ പരിശുദ്ധ മറിയം മുഖാന്തരം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.